നമസ്കാരം കൂട്ടുകാരെ, നിങ്ങൾ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണോ? എയിംസ്, ESIC, ICMR, സഫ്ദർഗഞ്ച് ഹോസ്പിറ്റൽ, RML ഹോസ്പിറ്റൽ, CNCI തുടങ്ങി ഇന്ത്യയിലെ പ്രമുഖ കേന്ദ്ര സർക്കാർ മെഡിക്കൽ സ്ഥാപനങ്ങളിൽ ജോലി നേടാൻ ഒരു വലിയ അവസരമാണ് വന്നിരിക്കുന്നത്. ഈ അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. അതുകൂടാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ സെക്ഷനായിട്ടാണ് ഇത് പറയുന്നത്. 14 സെക്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ 14 സെക്ഷന് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഇത് കണ്ട് ഈ ഒരു വേക്കൻസിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു ഗവൺമെന്റ് ജോബിന് നിങ്ങൾ അപ്ലൈ, പ്രൈവറ്റ് ജോബ് ആണെങ്കിൽ അത് വേറൊരു രീതിയിലാണ്. പക്ഷെ ഗവൺമെന്റ് ജോബ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യണം, അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. അത് അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി കിട്ടത്തില്ല. നിങ്ങൾ അപേക്ഷിച്ച് പരീക്ഷ ഫീസുണ്ട്, പരീക്ഷ ഫീസും കൊടുത്ത് അപേക്ഷിച്ചിട്ട് നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞ്. പക്ഷെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മൊത്തം കണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കുക. വീഡിയോ തുടങ്ങുന്ന നിങ്ങൾക്കൊരു സംശയം തോന്നും, ഇത് ഹോസ്പിറ്റൽ വേക്കൻസി ആയതുകൊണ്ട് ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൈഡിലുള്ള വേക്കൻസി ആയിരിക്കുന്നു. മെഡിക്കൽ സൈഡിലുള്ള വേക്കൻസി അല്ല. അസിസ്റ്റന്റ് ഡയറ്റീഷ്യന്റെ വേക്കൻസി ഉണ്ട്, ഡയറ്റീഷ്യന്റെ വേക്കൻസി ഉണ്ട്, ജൂനിയർ ഡയറ്റീഷ്യൻ ഉണ്ട്, വാർഡൻ ഉണ്ട്, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ വേക്കൻസി ഉണ്ട്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ വേക്കൻസി ഉണ്ട്, ഓഫീസ് അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ട്, ലീഗൽ അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ട്, ജൂനിയർ കാർഡിയാക് ടെക്നീഷ്യന്റെ വേക്കൻസി ഉണ്ട്, ECG ടെക്നീഷ്യന്റെ വേക്കൻസി ഉണ്ട്, EEG ടെക്നീഷ്യന്റെ വേക്കൻസി ഉണ്ട്, ടെലിഫോൺ ഓപ്പറേറ്ററുടെ വേക്കൻസി ഉണ്ട്, ഹിമോഡിയലിസ് ടെക്നീഷ്യന്റെ വേക്കൻസി ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ട്, ജൂനിയർ ഫോട്ടോഗ്രാഫറുടെ വേക്കൻസി ഉണ്ട്, ബയോമെഡിക്കൽ എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്, ഫയർ ടെക്നീഷ്യന്റെ വേക്കൻസി ഉണ്ട്, സെക്യൂരിറ്റി കം ഫയർ അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസറുടെ വേക്കൻസി ഉണ്ട്, മാനേജർ ഗ്രേഡ് 2 ഉണ്ട്, സൂപ്രണ്ടന്റിന്റെ വേക്കൻസി ഉണ്ട്, വർക്ക്ഷോപ്പ് ടെക്നീഷ്യന്റെ വേക്കൻസി ഉണ്ട്, വർക്ക്ഷോപ്പ് അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ട്, ആർട്ടിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്, മോഡലറുടെ വേക്കൻസി ഉണ്ട്. ഈ ഒരുപാട് വേക്കൻസി ഉണ്ട്. ഇത് മെഡിക്കലിന്റെ മാത്രമല്ല. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. എന്റെ എല്ലാ സെക്ഷനും നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഞാൻ 14 സെക്ഷനായിട്ടാണ് ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞ്. ഇപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, 10 തൊട്ട് ഗ്രാജുവേറ്റ് വരെയുള്ളവർക്ക് ഇതിനകത്തുള്ള പോസ്റ്റ് ഉണ്ട്. മെഡിക്കലിന്റെ അല്ല, മെഡിക്കലിന്റെ ഒഴിച്ച് ബാക്കിയുള്ള ജനറൽ ആയിട്ടുള്ള പോസ്റ്റുകളാണ് വരുന്നത്. ഇന്ത്യയിലെ നമ്പർ 1 ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്കുള്ള വേക്കൻസിയാണിത്. അവസാനം വരെ ഈ വീഡിയോ കാണണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ എന്റെ സെക്ഷൻ 1 പറയുകയാണ്. നിങ്ങൾ ഈ CRE5 എന്നാണ് ഈ റിക്രൂട്ട്മെന്റിന്റെ പേര്. CRE5 എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ CRE5 എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ അതിനെപ്പറ്റിയാണ് ഞാൻ സെക്ഷൻ 1 പറയുന്നത്. CRE5 അഥവാ കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ 5 എന്നാണ് ഇതിന് പറയുന്നത്. ഒരു പരീക്ഷയിലൂടെ നിരവധി എയിംസ് സ്ഥാപനങ്ങളിലേക്കും മറ്റ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതാണ് ഈ CRE5 എന്ന് പറയുന്ന ഈ റിക്രൂട്ട്മെന്റ്. ഈ റിക്രൂട്ട്മെന്റിലെ ഏറ്റവും വലിയ ആകർഷണം എന്താണെന്ന് അറിയാമോ? അടുത്ത ഭാഗത്തിൽ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു സെക്ഷനും വിട്ടുകളയില്ലേ. ഞാൻ നമ്മുടെ സെക്ഷൻ 2 വരുമ്പോഴത്തേക്ക് ഈ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കുന്നത് ഏതൊക്കെ ഹോസ്പിറ്റലിലാണ്? ഇന്ത്യയിലെ നമ്പർ 1 ഹോസ്പിറ്റലിലാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. വലിയ 30-ലധികം ഹോസ്പിറ്റലിലേക്കാണ് നിങ്ങളുടെ ഈ ഒരു റിക്രൂട്ട്മെന്റ് കിടക്കുന്നത്. ഇതിലും വലിയ വാർത്ത ഇപ്പോഴും ബാക്കിയുണ്ട്. ഞാൻ ഇതുവരെ നിങ്ങളോട് പറയാത്ത കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഓരോ സെക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാലേ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഫ്യൂച്ചറിൽ വരുന്ന ഏതെങ്കിലും ഗവൺമെന്റ് ജോബ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. സെക്ഷൻ 3 എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ആർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റും. ഇവിടെ എടുത്തു പറയുന്നുണ്ട്. 10ാം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാൻ പറ്റും, 12ാം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാൻ പറ്റും, ഡിപ്ലോമക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റും, ഗ്രാജുവേറ്റിന് അപേക്ഷിക്കാൻ പറ്റും, പോസ്റ്റ് ഗ്രാജുവേറ്റിന് അപേക്ഷിക്കാം, ടെക്നിക്കലായിട്ടുള്ള നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ പറ്റും, പാരാമെഡിക്കൽ, മെഡിക്കലിന്റെ ഉണ്ട്, ആ ഒരു വേക്കൻസി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള HR ലെവലിലുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. എല്ലാ ജോലിയും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾ മൊത്തം കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇത് അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തോന്നാം എന്നാണ് അപേക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴത്തേക്കാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള കാര്യമാണ് അടുത്ത സെക്ഷനിൽ ഞാൻ പറയുന്നത്. ഇപ്പൊ സെക്ഷൻ 4 നമ്മൾ വന്നിരിക്കുന്നത്. ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചത് ഈ മാസം 13ാം തീയതിയാണ്. നിങ്ങൾക്ക് അടുത്ത മാസം ജൂലൈ 3 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 11 ജൂണിൽ അപേക്ഷിച്ച് CBT നിങ്ങൾക്കൊരു പരീക്ഷയുണ്ട്. 2026 ജൂലൈ 25 മുതൽ 27 വരെ ടെൻഡറ്റീവാണിത്. അതായത് ജൂലൈ 25 തൊട്ട് 27-നുള്ളിലായിരിക്കും നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത്. ഈ ഒരു കാര്യം ഇവര് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്.
അപേക്ഷിക്കുന്ന എല്ലാവർക്കും പരീക്ഷ എഴുതാൻ സാധിക്കുമോ? അതാണ് ഇവിടെ ഒരു മെയിൻ ചോദ്യം. നിങ്ങൾ അപേക്ഷിച്ച് നിങ്ങൾ വിചാരിക്കും എനിക്ക് ഷോർട്ട് ലിസ്റ്റായി എന്നെ വിളിക്കും, എനിക്ക് പരീക്ഷ എഴുതിയാൽ മതി. പരീക്ഷ എഴുതിയാൽ നിങ്ങളുടെ ജോലി ഉടൻ തന്നെ കിട്ടുമോ? ഇല്ല. നിങ്ങൾ പരീക്ഷ എഴുതാൻ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവുമോ നിങ്ങൾ അപേക്ഷിച്ച ഉടൻ? അതെങ്ങനെയാവും? അതാണ് ഞാൻ അടുത്ത സെക്ഷനിൽ പറയുന്നത്. സെക്ഷൻ 5-ൽ ഞാൻ പറയും അപേക്ഷ റദ്ദാക്കാൻ കാരണം നിങ്ങൾ ഏതൊക്കെ കാരണങ്ങളോ നിങ്ങൾ വിചാരിക്കും നോട്ടിഫിക്കേഷനിൽ തന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് സെലക്ഷൻ വരുന്നില്ല. അതിന്റെ കാര്യമാണ് പറയുന്നത്. ഇത് ഇല്ലാതെ അപേക്ഷിച്ചാൽ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ റിജക്ട് ആകാൻ സാധ്യതയുണ്ട്. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ, യോഗ്യത ഇല്ലാതെ അപേക്ഷിച്ചാൽ, ഫോട്ടോ സിഗ്നേച്ചർ ശരിയായി അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഇപ്പം പുതിയ വരുന്ന അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് ശരിയായിട്ട് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കാൻഡിഡേറ്റ് ID ഉപയോഗിച്ചാൽ, നിങ്ങൾ 2 കാൻഡിഡേറ്റ് ID ഉണ്ടാക്കി അത് രണ്ടും ഉപയോഗിച്ചാൽ, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഇത് റിജക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രമല്ല നിങ്ങളുടെ റിജക്ട് ആകാൻ സാധ്യതയുള്ളത്. ഒരു പ്രത്യേക വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് NOC നിർബന്ധമാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് NOC ഉണ്ടാക്കണം. നിങ്ങൾക്ക് അപേക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾ NOC ഉണ്ടാക്കണം. ആ NOC ആർക്കൊക്കെ വേണമെന്നുള്ള കാര്യമാണ് ഞാൻ സെക്ഷൻ 6-ൽ പറയുന്നത്. ഇപ്പോൾ സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് NOC വേണം. NOC അപ്ലോഡ് ചെയ്യാത്ത പക്ഷം പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് ആയാലും എക്സാം ഹാളിലേക്ക് പ്രവേശനം ലഭിക്കാതെ പോകാം. അപ്പൊ ഈ 1-2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ അങ്ങനെ ഗവൺമെന്റ് സ്ഥാപനത്തിലുള്ളവർ അവർക്കുള്ള കൺസിഡറേഷൻ ഉണ്ട്. അല്ലെങ്കിൽ അപ്പൊ അവർ അപേക്ഷിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് NOC വേണം. NOC ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അപേക്ഷിക്കാൻ പറ്റും, പക്ഷേ പരീക്ഷാ സെന്ററിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിങ്ങൾക്ക് പ്രശ്നം വരും. സെക്ഷൻ 7-ൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്? ഇതിനകത്ത് നിങ്ങൾക്ക് ജനറൽ ആയിട്ടല്ലാത്തുള്ള SC STക്ക് 5 വർഷത്തെ നിങ്ങളുടെ ആ പ്രായത്തിൽ ഇളവ് വരും. അതായത് 18 തൊട്ട് വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സെക്ഷൻ 7-ൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കുള്ള കൺസിഡറേഷൻ ആണ്. SC STക്ക് 5 വർഷത്തെ ഇളവ് കിട്ടും, OBCക്ക് 3 വർഷത്തെ ഇളവ് കിട്ടും, PWBDക്ക് 10 വർഷത്തെ ഇളവ് കിട്ടും. എക്സ് സർവീസുമാന് സർക്കാർ നിയമപ്രകാരമുള്ള അവർക്ക് ആ കൺസിഡറേഷൻ ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിക്ക് പ്രത്യേക ഇളവുകൾ ലഭിക്കും. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏജിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഫീസിന്റെ ഇളവുണ്ട്. ആ ഫീസ് എത്രയാണ് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപേക്ഷ ഫീസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. SC STക്ക് നിങ്ങൾക്ക് 2400 രൂപ അടയ്ക്കണം. ജനറൽ OBCക്ക് നിങ്ങൾ 3000 രൂപ അടയ്ക്കണം. ഇത് പരീക്ഷ ഫീസാണ്. PWBDക്ക് ഫീസ് പൂർണ്ണമായി നിങ്ങൾക്ക് PWBD ഒരു ഫീസും കൊടുക്കണ്ട. ഇതാണ് ഫീസിന്റെ ഒരു സ്ട്രക്ചർ. സെക്ഷൻ 10 ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ സെക്ഷൻ 10-ലെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഒരു പ്രധാന രഹസ്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പലരും കരുതുന്നത് അപേക്ഷ കൊടുത്താൽ ജോലി കിട്ടുമെന്നാണ്. പക്ഷേ എയിംസ് വ്യക്തമായി പറയുന്നു അഡ്മിറ്റ് കാർഡ് ലഭിച്ചതുകൊണ്ട് മാത്രം നിയമനത്തിന് അർഹത ലഭിക്കുന്നില്ല. അതായത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ജോലിയായി എന്നുള്ളതല്ല. അതായത് റിക്രൂട്ട്മെന്റ് നടത്തുന്ന എയിംസ് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയാലും നിങ്ങൾ ഇത് ജോലി കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കില്ലെന്നാ പറയുന്നത്. അതിനും ചില മാനദണ്ഡങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇവിടെ യോഗ്യത ചെക്ക് ചെയ്യും, പ്രായം ചെക്ക് ചെയ്യും, അനുഭവം ചെക്ക് ചെയ്യും, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ ഒരു ഏതൊക്കെ സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം അതെല്ലാം നോക്കിയേ നിങ്ങളെ സെലക്ട് ചെയ്യത്തുള്ളൂ. അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ മുഴുവൻ നിങ്ങൾ വായിക്കണം. നിങ്ങൾ പൈസ കൊടുക്കുന്നതാണ്, ഫീസ് അടയ്ക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ മുഴുവൻ വായിക്കണം. നിങ്ങളുടെ യോഗ്യത പരിശോധിക്കുക, ഫോട്ടോ സിഗ്നേച്ചർ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക, അവസാന തീയതിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിക്കുക, NOC ആവശ്യമായവർ മുൻകൂട്ടി തയ്യാറാക്കുക. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കുക. ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നെന്ന് നോക്കാം. അപ്ലൈ ചെയ്യുവാനായിട്ട് ഞാൻ എന്റെ വീഡിയോയുടെ താഴെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള ലിങ്കും അപ്ലൈ ചെയ്യുന്നതിനുള്ള ലിങ്കും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യുവാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നതായിരിക്കും. എന്റെ വീഡിയോയുടെ താഴെ ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പോർട്ടലിലേക്കാണ് വരുന്നത്, ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ആൾറെഡി ഹാവ് ആൻ അക്കൗണ്ട്. നിങ്ങൾ ഇതിനു മുന്നേ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾറെഡി ഹാവ് ആൻ അക്കൗണ്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾ ഇതിനു മുന്നേ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഇവരുടെ രജിസ്ട്രേഷന്റെ ഈ കാര്യങ്ങളാണ് കാണിക്കുന്നത്. മൊബൈൽ നമ്പർ കൊടുക്കുക, കൺഫേം മൊബൈൽ നമ്പർ കൊടുക്കുക,
ഇമെയിൽ കൊടുക്കുക. കൺഫേം ഇമെയിൽ കൊടുത്തിട്ട് നിങ്ങൾ ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്ത് OTP വരുമ്പോഴത്തേക്ക് നിങ്ങൾ വെരിഫിക്കേഷൻ ഓൺ ചെയ്യുക. ഇതിവിടെ OTP വരാത്തത് കൊണ്ടാണ് വെരിഫിക്കേഷൻ ഓപ്പൺ ആകുന്നില്ല. അപ്പൊ നിങ്ങൾ അത് കഴിയുമ്പോൾ വെരിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുക, പേഴ്സണൽ ഡീറ്റെയിൽ കൊടുക്കുക, ക്രിയേറ്റ് യുവർ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡും ലോഗിൻ നെയിം അപ്പോൾ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ലോഗിൻ എന്നുള്ള രണ്ടാമത്തെ ഇതിൽ പോയി രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ എൻ്റർ ഇമെയിൽ ID കൊടുക്കുക, സെൻഡ് OTP കൊടുക്കുക. OTP വരും. അങ്ങനെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.